ശരത്തെ, ഈ പഹൽഗാം ആക്രമണം നടക്കുന്നു, ഇന്ത്യ വളരെ പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്ക് നടത്തുന്നു. നമ്മൾ വളരെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇന്ത്യ ഒരു വാർ ഫീൽഡിലേക്ക് ഇന്ത്യയുടെ ഒരു മുഖം മാറുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിൽ എൻഗേജ്ഡ് ആവുന്നത്. ഒരു പക്ഷേ നമ്മുടെ ജനറേഷനിലുള്ള ആളുകൾ കുറച്ചുകൂടി ഇങ്ങനത്തെ കാര്യങ്ങൾ അഭിമുഖീകരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയ ഒന്ന് രണ്ട് കാര്യങ്ങളിൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം വരുന്ന മാറ്റങ്ങളിൽ ഇന്ത്യക്ക് സ്വന്തമായൊരു ഡിഫൻസ് സിസ്റ്റം ഉണ്ട് എന്നും അത് ഇത്ര സ്ട്രോങ് ആണെന്നും അത് മുൻപുണ്ടായിരുന്ന സർക്കാരുകളെക്കാൾ കൂടുതലായി ഒരു ഒഫൻസീവ് ഡിഫൻസ് മോഡ്. ഡിഫൻസ് ഡിഫറെൻ്റ് ആണ്, പക്ഷെ നമ്മൾ ആക്രമിച്ചാൽ തിരിച്ച് അറ്റാക്ക് ചെയ്യാം എന്നുള്ളൊരു ഒഫൻസീവ് ഡിഫൻസ് മോഡിലേക്ക് ഇന്ത്യ മാറിയെന്ന് നമ്മൾ മനസ്സിലാക്കിയതും, നമ്മളെല്ലാം അങ്ങനെ സന്യാസിമാരൊന്നുമല്ല, ഞങ്ങളങ്ങനെ മിണ്ടാതിരിക്കുന്ന ആളുകളല്ല, നമുക്കിട്ട് എന്തെങ്കിലും ചെയ്താൽ തിരിച്ച് നമ്മൾ ആക്രമിക്കും എന്ന് മനസ്സിലാക്കി കൊടുത്ത ഒരു ദിവസം കൂടിയാണ്. മാത്രമല്ല, ഇതൊരു രാജ്യസുരക്ഷയെ സംബന്ധിച്ചിടത്തോളം, അതായത് ഇപ്പം നമുക്ക് കുറേ ആയുധങ്ങൾ മേടിച്ച് വെച്ച് എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഡിഫൻസിൽ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ബിക്കോസ് നമ്മുടെ നാട്ടിലെ, നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ ഞങ്ങളുടെ കരങ്ങളിലുണ്ട്. തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ നിങ്ങളൊന്ന് പേടിക്കണം, ചുമ്മാ വീട്ടിൽ കയറി ഒന്ന് അറ്റാക്ക് ചെയ്താൽ ഞങ്ങൾ വെറുതെ ഇരിക്കത്തില്ല എന്ന് കാണിക്കാനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 10 വർഷത്തിലധികമായി ഭരിക്കുന്നു. പക്ഷെ അത് ആ ഏരിയ നോക്കിയിട്ടുണ്ടോ? എത്ര മനോഹരമായാണ് ഇന്ത്യ ആ ഡിഫൻസ് ഏരിയയിലുള്ള ഇന്ത്യയുടെ ഒരു സോവർണിറ്റി, അതുപോലെ ഇൻഡിജിനിയസ് ആയിട്ടുള്ള നമ്മളുടെ കേപ്പബിലിറ്റി, അതൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എപ്പോഴും നമ്മൾ സൂപ്പർ പവർ എന്ന് പറയുന്നുണ്ട്, പക്ഷെ സൂപ്പർ പവർ ആവുന്നത് എപ്പോഴാണ്? നമ്മളിപ്പോൾ എന്താ പറയാനാണ്, നമ്മളൊരാളിപ്പോൾ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണം, മാത്രമല്ല തക്കതായ മറുപടി കൊടുക്കാൻ പറ്റണം. നമുക്ക് എല്ലാ കാലവും നമ്മൾ തത്വവും പറഞ്ഞിട്ടിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് എപ്പോൾ വേണേലും, കാരണം നമുക്ക് ശത്രുക്കൾ ഏറെയുണ്ട്, നമ്മുടെ അയൽ രാജ്യങ്ങൾ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അത്രത്തോളം സജ്ജമായിരിക്കണം. എനിക്ക് തോന്നുന്നു മുമ്പുള്ളതെല്ലാം തന്നെ, നമുക്ക് മുൻപുള്ള സർക്കാരുകളെല്ലാം തന്നെ ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ നേരെ അമേരിക്കയോ അല്ലെങ്കിൽ റഷ്യയോ പിടിക്കാൻ ഓടും. അവിടെ പോയിട്ടൊരു നേരത്തെ ഇപ്പോൾ പാകിസ്ഥാൻ ചെയ്ത പോലെ ഒരു അനുനയ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനായിരുന്നു നോക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ UN-ലേക്ക് കൊടുക്കുക അങ്ങനെ. പക്ഷേ ഈ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോദി സർക്കാർ വന്ന ശേഷം അവരെടുത്ത പ്രധാന നയമാണ് നമ്മൾ എന്താ പറയുക, സജ്ജമായി ഇപ്പം കുറച്ചുകൂടെ പ്രതിരോധ സേനയിൽ കുറച്ചുകൂടെ ശക്തി കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നു റഫാൽ അടക്കമുള്ള സാധനങ്ങൾ വിമാനങ്ങൾ മേടിക്കുന്നു. ഇപ്പം നമ്മൾ ഇവിടെ തന്നെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം നമ്മളിവിടെ കുറെ ആയുധങ്ങൾ നിർമ്മിക്കുന്നുണ്ട്, അത് പ്രാദേശികമായിട്ട് നിർമ്മിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ റഫാൽ വാങ്ങിയ സമയത്ത് തന്നെ വലിയ രീതിയിലുള്ളൊരു പ്രക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നു. എന്തിനാണ് ഇത്രയും ജനങ്ങളുടെ പട്ടിണി മാറ്റിയിട്ട് പോലെ നമുക്ക് ആയുധങ്ങൾ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓരോ സാധനം വാങ്ങുമ്പോഴും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ വില നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. ഈ ഒരു യുദ്ധ സമാനമായ സാഹചര്യം വന്നപ്പോഴാണ് മനസ്സിലായത് എന്തുകൊണ്ട് ഇപ്പോൾ നമുക്ക് വേറൊരു പാകിസ്ഥാനിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് പ്രതിരോധം തീർക്കാനും പറ്റി, നമുക്ക് ഒരു നില കിട്ടിയെന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചതും ആ കാര്യങ്ങൾ മാത്രമല്ല. പണ്ട് ഈ റഫാലിന്റെ സമയത്തൊക്കെ UPA സർക്കാർ ഭരിക്കുന്ന സമയത്ത് കറപ്ഷൻ കേട്ടിട്ടുള്ള വാക്കാണ് കുംഭകോണം. ഇപ്പം അങ്ങനത്തെ വാക്കുകളെ കേൾക്കുന്നില്ല. പ്രത്യേകിച്ച് ഇത് വലിയ ബില്യൺസ് ഓഫ് റുപ്പീസിന്റെ ഇടപാടുകളാണ്, ഡോളേഴ്സിന്റെ ഇടപാടുകളാണ് ഡിഫൻസ് ഏരിയയിൽ വരുന്നത്. UPA സർക്കാർ കണ്ടിന്യൂസ് ആയിട്ട് ഭരിക്കുന്ന ഒരു സിസ്റ്റം വന്നിരുന്നപ്പോൾ അഴിമതിയുടെ ഇടപാടുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഒരുപാടിടങ്ങളിൽ. ഇപ്പോൾ റഫാലിൽ പോലും ഒരു പക്ഷേ നമ്മളടക്കമുള്ള ആളുകൾ സംശയിച്ചിരുന്നത് ഇതിൽ ആ ഒരു കുംഭകോണം ഉണ്ടായിട്ടുണ്ട്, കൊണ്ടുവരുന്ന സാധനങ്ങൾക്ക് ക്വാളിറ്റി ഇല്ല. ഞാൻ പറഞ്ഞത് കോമൺ മാൻ്റെ ലോജിക്കിൽ നിന്ന് നോക്കുമ്പോൾ പോലും. കാര്യം UPA സർക്കാർ തീരുന്ന തന്നെ അഴിമതിയോടുകൂടി ഞങ്ങൾക്ക് മടുത്തുനിന്ന് ജനങ്ങൾ പറയുമ്പോഴാണ് മോദി സർക്കാർ അധികാരത്തിലിരുന്നത്. പക്ഷെ പിന്നീട് വന്ന മോദി സർക്കാരിൻ്റെ പേരിൽ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ പോലും സാധിക്കാത്ത തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യ മാറുന്നുണ്ട്. മാത്രമല്ല, മോദി സർക്കാർ അധികാരത്തിൽ ഏറിയ സമയത്ത് നമുക്കറിയാം, നമ്മൾ കാർഗിൽ വാറിലടക്കം കണ്ടതാണ്, ഇന്ത്യക്ക് പ്രധാനമായിട്ട് 3 തരത്തിലുള്ള ഡിഫൻസ് ആണ്: കര, വ്യോമ, നാവിക സേനകൾ. അപ്പോൾ ഇതിനെയൊന്നും കംപ്ലീറ്റ് ആയിട്ട് ഏകോപിപ്പിക്കുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ചീഫ് കമാൻഡർ, അങ്ങനെ ഒരു പോസ്റ്റ് ഇല്ലായിരുന്നു. മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോഴത്തേക്കിനും അങ്ങനെ ഒരു പോസ്റ്റിലേക്ക് ഒരു കമാൻഡിങ് ഓഫീസർ വരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ ഡിഫൻസീവ് ഒഫൻസ് എന്ന് പറയാൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതിൽ ഞങ്ങൾ അറ്റാക്ക് ചെയ്താൽ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നൊരു മോഡിലേക്ക് സ്വിച്ച് മാറ്റുന്ന ഒരു ഇതിനെ കാണുന്നു. മാത്രമല്ല, നമ്മളുടെ രാജ്യത്തിൻ്റെ GDP-യിൽ അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രധാന ഇടങ്ങളിലെല്ലാം തന്നെ പ്രോപ്പറായിട്ട് പ്രധാനമായിട്ടും ഫ്രാൻസ് അടക്കമുള്ള രാഷ്ട്രങ്ങളോട്, അല്ലെങ്കിൽ ഇസ്രായേൽ അടക്കമുള്ള രാഷ്ട്രങ്ങളോടൊക്കെ കിടപിടിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവർ കൂടി നമുക്ക് തരുന്ന അത്തരം രാഷ്ട്രങ്ങളോട് ഇടപാടുകൾ നടത്തുകയും അത് ഡിഫൻസ് ഏരിയയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരുത്താനും ശ്രമിക്കുന്ന ഒരു മോദി സർക്കാരിൻ്റെ വേ ഓഫ് നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല, നയതന്ത്ര ബന്ധങ്ങളിൽ
നേരത്തെ ഷർത്ത് പറഞ്ഞ പോലെ നമ്മളങ്ങനെ കിടന്ന് ബഹളം വെച്ചോടി ഞങ്ങളെ അറ്റാക്ക് ചെയ്യുന്നേ ഞങ്ങളെങ്ങനെ ചെയ്യുന്നതെന്നല്ല പറഞ്ഞത്. നമ്മൾ മിണ്ടാതിരുന്ന് നമ്മുടെ പണി ചെയ്യുന്നു. ഓടിയത് മുഴുവൻ പാകിസ്ഥാനാണ്. അപ്പം നയതന്ത്ര ബന്ധങ്ങളിൽ എല്ലാവരും പാകിസ്ഥാനെതിരാവുകയും ഇന്ത്യക്ക് അനുകൂലമാവുകയോ അല്ലെങ്കിൽ നിഷ്പക്ഷമാവുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം വരുന്നു. അതുപോലെ തന്നെ ഇൻഡിജീനിയസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പം ഇവിടെ പാകിസ്ഥാൻ ഡ്രോണുകൾ വരുന്നോ അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഒന്നെങ്കിൽ ഇതിനെ നശിപ്പിക്കാനോ ന്യൂട്രലൈസ് ചെയ്യാനോ നമുക്ക് പറ്റിയിട്ടുണ്ട് അല്ലേ? അപ്പം ഈ രീതിയിൽ നമ്മൾ എക്യുപ്ഡ് ആണ് എന്ന് നമ്മൾക്ക് ലോകരാഷ്ട്രങ്ങളോട് ഷോ ഓഫ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷനും കൂടെ മോദി സർക്കാരിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതിന് പ്രധാന കാരണം അത് തന്നെ. അത് പറയാൻ ഒരു വേറൊരു കാര്യം കൂടെ ഉണ്ട്. കണക്ട് ചെയ്യുന്ന വേറൊരു കാര്യം, ഈ നമ്മൾ ഒരു ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ ഇവിടെ മാരുതി കാർ ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ പുറത്തു നിന്ന് ഒരു എന്താ പറയുക BMW അല്ലെങ്കിൽ ഒരു ഫോറിൻ കാർ വാങ്ങുന്നു. രണ്ടും ഒരേ വിലയായിരിക്കും വരുന്നത്. പക്ഷെ മറ്റേന്ന് വരുമ്പോൾ ടാക്സ് എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ വലിയ രീതിയിൽ ഭീമമായ നഷ്ടം ഉണ്ടാകുന്നുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ടെക്നോക്രാറ്റ് എന്ന രീതിയിലുള്ള രീതിയിൽ ചിന്തിക്കും. ഇപ്പം നമ്മുടെ ഈ ഒരു കൈകാര്യം ചെയ്യുന്ന ഈ സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുന്ന എല്ലാവരും തന്നെ വെറും ഒരു രാഷ്ട്രീയക്കാർ മാത്രമല്ല, ടെക്നോക്രാറ്റ്സ് കൂടിയാണ്. അപ്പൊ നമുക്ക് വിദേശകാര്യമന്ത്രി ആയാലും ശരി തന്നെ നമുക്ക് നേരത്തെയുള്ള ആളുകളെ പോലെ അവർക്ക് രാഷ്ട്രീയം മാത്രമേ, അവർക്ക് പശ്ചാത്തലം അറിയില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് മറ്റ് ഇപ്പൊ കുറെ പേരെടുത്ത ഉപദേശങ്ങൾ തേടണം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതുമായിട്ട് ഡീൽ ചെയ്തവരെ കൊണ്ടുവരുമ്പോഴുള്ള ഒരു ഗുണം, ഇപ്പൊ അജിത് ദോവലെ പോലുള്ളവർക്ക് ഇതിനെക്കുറിച്ച് കൈകാര്യം ചെയ്ത് അറിയാം. ജയശങ്കറിനെ പോലുള്ള ആൾക്കാർക്ക് ഈ ഒരു രംഗത്ത് നിന്ന് അറിയാം എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് കൈകാര്യം. മറ്റൊരാളെ പോയി സമയം കളയേണ്ട ആവശ്യമില്ല. അതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ സ്വന്തമായിട്ട് വികസിപ്പിക്കുകയാണ് ആയുധങ്ങളെല്ലാം തന്നെ. എനിക്ക് തോന്നുന്നു ആകാശ് പോലുള്ള അല്ലെങ്കിൽ ബ്രഹ്മോസ് പോലുള്ള സാധനങ്ങൾ തന്നെ നമുക്കിന്ന് ലോകരാജ്യങ്ങൾ ഏതൊരു ഇതിനോടെയും കിടപിടിക്കുന്ന രീതിയിൽ. മാത്രമല്ല ഏറ്റവും മറ്റൊരു കാര്യം ഇപ്പോൾ കേൾക്കുന്നൊരു കാര്യം, നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു പാകിസ്ഥാനുമായിട്ടുള്ള വാർ റഫാലിന് ശേഷം വീണ്ടും ചർച്ച ചെയ്തൊരു ഇതാണ് സുദർശൻ ചക്ര അഥവാ S-400 ട്രയംഫ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മറ്റൊരു വശം ബേസ് 500 ഇന്ത്യ നിർമ്മിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾ വന്നു കഴിഞ്ഞു. അതിന് ഏറ്റവും വലിയ ഗുണം മറ്റൊരു കാര്യം, നമ്മൾ എപ്പോഴും ഒരു ആയുധം വാങ്ങുമ്പോൾ, വിദേശ രാജ്യത്ത് ഒരു ആയുധം വാങ്ങുമ്പോൾ നമ്മൾ ആയുധങ്ങൾ മാത്രമല്ല അവിടെ നിന്ന് വാങ്ങുന്നത്, അത് അതിന്റെ രീതികൾ അതിന്റെ മാർഗം എല്ലാം പഠിച്ചിട്ട് അതിനെക്കുറിച്ച് പിന്നെ ഇന്ത്യ ചെയ്യുകയാണ് ചെയ്യുന്നത് അവിടെ. അതാണ് നമുക്ക് നാളേക്ക് കൂടി കരുതിയിട്ടാണ് നമ്മൾ ഇന്നത് ചെയ്യുന്നത്. തിയറി ഓൾസോ അതാണ്. അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ നഷ്ടം വരുന്നില്ല. ഭാവിയെ കൂടി കണക്കിലെടുക്കുന്നുണ്ട് തന്നെ നമുക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ 50,000 കോടി രൂപ കൂടെ എക്സ്ട്രാ ആയിട്ട് ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട് പറയാൻ പോകുന്നു ആയുധങ്ങൾ വാങ്ങുന്നതിന്. നേരത്തെ തന്നെ ഈ ഒരു ബജറ്റിൽ മാറ്റി വെച്ചാൽ എനിക്ക് തോന്നുന്നു ഏകദേശം 6,81,000 കോടി രൂപയാണ് ഡിഫൻസിന് വേണ്ടി മാറ്റി വരച്ചത് ഇന്നത്തെ ബജറ്റിൽ. മാത്രമല്ല ഇത് ഈ ഒരു 50,000 നമുക്ക് നഷ്ടമാകുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ തന്നെ നമുക്ക് നാളത്തേക്കുള്ള അറിവുകൾ കൂടിയാണ് ഈ പണം, അതുകൊണ്ടായിട്ട് കരുതാക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഇതിനകത്ത് ഒറ്റപ്പെടാൻ പറ്റില്ല. മാത്രമല്ല നമ്മൾ സൂപ്പർ പവർ ആയി മാറിക്കഴിഞ്ഞു. ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം നമുക്ക് എവിടെയും കിടപിടിക്കുന്ന രീതിയിൽ നിൽക്കുന്നുണ്ട്. മറ്റേ ഗസ വാർ ഇങ്ങനെ പ്രൊമിനന്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അൽ ജസീറയുടെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇസ്രായേൽ അവിടെ വിക്ഷേപിച്ച ഡ്രോണുകളിൽ ഏതിലൊന്നിൽ അത് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടാഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഫോട്ടോ ഉൾപ്പെടെ, അൽ ജസീറ ആയതുകൊണ്ട് അത് നമുക്കറിയാം, അൽ ജസീറയുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇന്ത്യക്കെതിരെയുള്ള ഒരു മൂവ്മെന്റ് ആണ്. കാര്യം ഇന്ത്യ അത് സ്ഥിരീകരിച്ചിട്ടുമില്ല. പക്ഷെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഇവിടുന്ന് വൻ തോതിലാണ് കയറ്റുമതി, അതായത് ഇവിടെ തന്നെ ഉത്പാദിപ്പിച്ച് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ. അത് രഹസ്യമല്ല, അത് യഥാർത്ഥത്തിൽ പരസ്യമായ കാര്യം. കാരണം ഇസ്രായേലുമായിട്ട് സഹകരിച്ച് ഇസ്രായേലിന്റെ ടെക്നോളജി ബാംഗ്ലൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന എന്റെ പേര് എനിക്കറിയില്ല, അവരാണ് ഈ ഡ്രോൺ സിസ്റ്റം കൂടെ ചെയ്യുന്നത്. ഡ്രോണുകളുടെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചെലവ് ചുരുക്കിയാണ്. നേരത്തെ പറഞ്ഞ തന്നെ ഒരു തുമ്പിയുടെ വലുപ്പത്തിൽ തൊട്ട് ഒരു വമ്പം വിമാനത്തിന് അത്ര വലുപ്പമുള്ള ഡ്രോണുകളുണ്ട്. അതിന്റെ ഏറ്റവും വലിയ മറ്റൊരു വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കൃത്യമായിട്ട് നമുക്ക് പ്രിസൈസ് ആയിട്ട് ലക്ഷ്യസ്ഥാനം നമുക്ക് നിഷ്പ്രഭമാക്കാൻ പറ്റും. ആള് വേണ്ട, AI മതി അതിന്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഡ്രോണുകളുടെ കാലം ഏറ്റവും അപ്പൊ നമുക്ക് തന്നെ പർച്ചേസ് ചെയ്യാൻ നമുക്ക് വമ്പൻ മിസൈലുകളൊന്നും വേണ്ട, നമുക്ക് ഇപ്പൊ വലിയ ലോഞ്ച് പാഡുകൾ വേണ്ട. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് നമ്മൾ ഈ ഒരു ഉപകരണം ഇപ്പോൾ അതിർത്തികളിൽ എത്തിക്കുക അല്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു യുദ്ധത്തിന് സജ്ജമാക്കുക എന്നുള്ളത് ഏറ്റവും പാടായ ഒരു കാര്യമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഡ്രോണുകളുടെ കടന്നുവരവോടുകൂടി നമുക്ക് വളരെ ചുരുക്കത്തിൽ അതിവേഗത്തിൽ തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ പ്രയോഗിക്കാൻ അത്രയും എളുപ്പമാണ്. നമുക്ക് ഈ ഒരു ഡ്രോൺ അറ്റാക്ക് ഈ പാകിസ്ഥാൻ ചെയ്തത് ചൈനയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷേ ഇന്ത്യ കുറച്ചുകൂടി ഇസ്രായേലിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കടമെടുത്ത് അവരുടെ രീതിയിൽ ഇപ്പൊ ഇന്ത്യ തന്നെ സ്വന്തമായിട്ട് ഡ്രോണുകൾ നിർമ്മിക്കുന്നുണ്ട്, വലിയ രീതിയിൽ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ രീതിയിൽ നമുക്കൊരു വരുമാന മാർഗവും കൂടിയാണ് ഡ്രോൺ. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിഫൻസ് സിസ്റ്റം നമ്മൾ അത്രത്തോളം ശക്തമായി കഴിഞ്ഞു. മാത്രമല്ല നാളെ എനിക്ക് തോന്നുന്നു നമ്മളെ ഏതാണ്ട് ഒരു 50ാം സ്ഥാനത്തായിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പേ ഇന്ത്യയിലെ കാർ പ്രൊഡക്ഷൻ. ഇന്നത് 4ാമതോ 3ാമതോ എത്തി. ഇന്ത്യ ലോകത്തെ ഏറ്റവും കൂടുതൽ കാർ പ്രൊഡക്ഷൻ എത്തിയത്. അത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ മറ്റൊരു ഗുണം കൂടിയാണ്. ഇപ്പം നമുക്ക് ഇവിടെ ഡിമാൻഡ് കൂടുന്നു, നമ്മുടെ ക്വാളിറ്റി, അതുപോലെ തന്നെ 5 സ്റ്റാർ റേറ്റിംഗ് എവിടെ പോയാലും ഇപ്പം NCAP ടെസ്റ്റിലൊക്കെ തന്നെ കൃത്യമായിട്ട് 5 സ്റ്റാർ പോളിസിയൊക്കെ വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് ഈ മറ്റൊരു വശം മാത്രമല്ല ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം,
നമ്മൾ അറ്റാക്ക് ചെയ്തത് പാകിസ്ഥാനെ ആണെങ്കിലും പരോക്ഷമായി അറ്റാക്ക് ചെയ്തത് ചൈനയായിരുന്നു എന്നുള്ളതാണ്. ഈ ചൈനയ്ക്ക് ഇന്റലിജൻസിൽ ഒരു ഹൈപ്പ് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ടെക്നോളജിക്കൽ ഒരു കുറച്ച് അഡ്വാൻസ്ഡ് ആണെന്നുള്ള ഒരു വെപ്പുണ്ട് ലോകത്തിന് മുൻപിൽ. പക്ഷെ അതിനെയും കൂടെ നമുക്ക് തകർക്കാൻ പറ്റിയെന്നൊരു കാര്യം കൂടി ഇല്ലേ? ഉറപ്പായിട്ടും. അതെ അതെ, എന്തായാലും അത് മാത്രമല്ല അത് സാങ്കേതികപരമായിട്ട് കൂടെ ഒരു കാര്യമുണ്ട്, അതിന് ആഡ് ചെയ്യാനുണ്ട്. അതായത് പണ്ട് ഇന്ത്യ ആശ്രയിച്ചിരുന്നത് GPS സംവിധാനങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയുടെ, റഷ്യയുടെ, ചൈനയുടെ ഒക്കെ ആയിരുന്നു GPS സംവിധാനം. പക്ഷേ ഇപ്പോൾ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത നാവിക് എന്ന് പറഞ്ഞൊരു ടെക്നോളജി, അതുവഴിയാണ് ഇന്ത്യ കറക്റ്റായിട്ട് പ്രിസൈസ് ആയിട്ട് അതിൻ്റെ ഒരു ഇത് കണ്ടെത്തുന്നത്. അതുകൊണ്ട് ഈ രഹസ്യങ്ങളൊന്നും പോവില്ല. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യ ഇപ്പം അമേരിക്കയും റഷ്യയും ചൈനയും എല്ലാം ഇപ്പം എന്താ പറയുക ആശങ്കപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയുടെ സ്ട്രാറ്റജി എന്താണെന്ന് അവർക്ക് പോലും അറിയാത്ത അവസ്ഥ. അതായത് ഇന്ത്യയുടെ രഹസ്യം ഇന്ത്യയിൽ തന്നെ ഒതുങ്ങി, മറ്റു രാജ്യങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയില്ല. ആ രീതിയിൽ കൂടി ടെക്നോളജി ഇന്ത്യയിൽ നിന്ന് വളർന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. എന്തായാലും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ രാഷ്ട്രീയപരമായി ഒരുപാട് വ്യത്യസ്ത അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ആളുകൾക്കുണ്ടായാൽ പോലും എനിക്ക് തോന്നുന്നു ഈ ഒരു പോയിന്റിൽ നമ്മളിപ്പോൾ സംസാരിച്ചു വന്ന ഈ ഒരു പോയിന്റിൽ ആരും അങ്ങനെ എതിർക്കാനൊരു സാധ്യത ഇല്ല. നമുക്ക് സത്യം പറയാൻ എന്താ പറയുന്നത്, നമുക്ക് സ്വസ്ഥമായിട്ട് തന്നെ കിടന്നുറങ്ങാം, നമ്മൾ ആരും കയറി അങ്ങ് മെയ്യില്ല. അതെ അതെ.